ശ്രീ ജേക്കബ് തരകൻ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഡിപ്ലോമാറ്റിക് ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ട്രംപ് പറയുന്നു, ട്രംപിന്റെ ഭാഷ, നിങ്ങൾ നന്നായി പെരുമാറണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എനർജി സെക്ടറുകൾ, നിങ്ങളുടെ ഊർജ്ജ മേഖലകളിലായിരിക്കും അടുത്ത ഞങ്ങളുടെ ആക്രമണമെന്ന്. അതിന് മറുപടി, ഇറാന്റെ ഊർജ്ജ മേഖലകൾ ആക്രമിച്ചാൽ ചെങ്കടലിലടക്കം പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നു. അങ്ങനെ ചർച്ചകൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് ഭീഷണിയാണ്, ആക്രമണങ്ങളാണ്. അപ്പോൾ ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പം ഹോർമുസ് ഇപ്പോൾ ട്രംപ് തുറന്നു എന്ന് പറയുന്ന, ഹോർമുസ് സമ്പൂർണ്ണമായും തുറന്നു, ഇനി ഒരു നിരോധനവും ഇല്ല എന്ന് പറയുന്ന ദിവസം നോക്കും, അന്ന് 14 ഞായറാഴ്ച വെറും 14 കപ്പലുകൾ മാത്രമാണ് ഹോർമുസിലൂടെ കടന്നത്. ഒരു സാധാരണ ദിവസം, അതായത് യുദ്ധത്തിന് മുൻപ് ഒരു സാധാരണ ദിവസം മിനിമം 130 കപ്പലെങ്കിലും കടന്നു പോകുന്ന മേഖലയാണ് ഹോർമുസ്. ട്രംപിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ക്ലെയിംസും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹോർമുസ് ഓപ്പൺ ആണെന്ന് പറയുമ്പോഴും ഒരു ഷിപ്പും പോകാത്തതും, ഈ ഡിപ്ലോമസിയിൽ നടക്കാത്ത ഒരു സംഭവം. യു ഡോണ്ട് പുട്ട് ത്രെറ്റ്, ഓപ്പൺ ത്രെറ്റ് പറഞ്ഞല്ല ഡിപ്ലോമസി ചെയ്യുന്നത്. ഈ നെഗോസിയേഷന് വരുമ്പം രണ്ട് പാർട്ടിക്കും ആദ്യമേ ഉള്ളതൊരു ഡീസൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു 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 ഡിപ്ലോമാറ്റിക് ലെവലുണ്ട്. അതിലൊരു സംസാരിക്കേണ്ട രീതിയുണ്ട്. ട്രംപ് എന്ന മഹാമനുഷ്യന് ആ രീതിയൊക്കെ അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ വെറും താഴേക്കടയിലെ വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനല്ല ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തോട് സംസാരിക്കേണ്ടത്. നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാരണം, ഈ ഇറാൻ ജനത എന്ന് പറയുന്നത് വളരെ പ്രൗഡ് പീപ്പിൾ, അത് അവർക്ക് ഭയങ്കര അഭിമാനമുള്ള വ്യക്തികളാണ്. എത്ര വർഷങ്ങൾ അവർക്ക് ഈ ഉപരോധം ഉണ്ടായിട്ടും ഒരു പ്രാവശ്യം പോലും അമേരിക്കയ്ക്ക് തലകുനിച്ച് കൊടുക്കാൻ തയ്യാറല്ലാത്ത അഭിമാനമുള്ള, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു നേഷനാണ് ഇറാൻ. അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ മാത്രം ദൗർബല്യം കാണിക്കുന്ന ഒരു ഡിക്ലറേഷനാണ് ട്രംപ് ഇപ്പം ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ട്രംപിന് എങ്ങനെങ്കിലും ഒരു ഫേസ് സേവിങ് എക്സിറ്റ് വേണം. അതായത് അദ്ദേഹം ജയിച്ചു എന്ന് കാണിക്കുവാൻ തക്കതായ എന്തെങ്കിലും ഒരു ടേക്ക് അവേ അദ്ദേഹത്തിന് വേണം. അത് ഇറാൻ കൊടുക്കാൻ തയ്യാറല്ല. എത്രത്തോളം ഇതിനെ പ്രൊലോങ് ചെയ്യാമോ, നീട്ടാമോ, അത്രത്തോളം അമേരിക്കയ്ക്ക് ക്ഷീണം വരുത്തേ ഉള്ളൂ. നേരത്തെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഈ വാർ ഫൈറ്റിംഗ്, അതായത് യുദ്ധമുറകളുടെ പുതിയൊരു രീതി തന്നെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത് യുക്രൈൻ റഷ്യ വാറിലാണ് ഇത്രയും അങ്ങോട്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത്. പക്ഷേ ഇറാൻ യുദ്ധം വന്നപ്പോഴത്തേക്ക് എക്കണോമിക് മീൻസ്, നമ്മൾ പണ്ട് പറയും വാർ ഈസ് ദി മിലിറ്ററി മീൻസ് ഓഫ് ഡിപ്ലോമസി, അതായത് യുദ്ധം ഡിപ്ലോമസിയുടെ ഒരു കൈയാണെന്നാണ്. പക്ഷേ ഇപ്പം യുദ്ധത്തിൻ്റെ ആ കോണ്ടൂർസ് എല്ലാം മാറി എക്കണോമിക് ഒരു ആക്ടിവിറ്റീസിനെ ഒരു ആയുധമാക്കിയാണ് ഇപ്പം ട്രംപും ഇറാനും ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കൊളാറ്ററൽ ഡാമേജ് വരുന്നത് ഈ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത ഏഷ്യൻ കൺട്രീസാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇത് ഏഷ്യൻ രാജ്യത്തെ മാത്രമല്ല, ഇത് ബാധിക്കുന്നത് എന്താ പറയുന്ന കാസ്കേഡിങ് എഫക്റ്റ് വന്നിട്ട് ലോകം മൊത്തം ഇതിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു സംശയമില്ല. നേരത്തെ ഒരു പാനൽ സൂചിപ്പിച്ചിരുന്നു നമ്മളുടെ യൂറിയയെ പറ്റി. ഈ പ്രാവശ്യത്തെ ഖരീഫ് സീസണിൻ്റെ യൂറിയ ഒരു പക്ഷേ നമുക്ക് തികയുമായിരിക്കും, അല്ലെങ്കിൽ തികയ്ക്കാം. പക്ഷേ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ എക്കണോമിയെ ഇത് വളരെ സാരമായി ബാധിക്കും, എന്നതിന് ഒരു സംശയവും വേണ്ട. ഞാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വരും പറയാളെ പറ്റി നല്ല ഡിസ്കഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിന് വരാൻ പോകുന്ന ആഘാതങ്ങൾ നാം ഇത് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ ഇതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റും അതിൻ്റെ ക്യുമുലേറ്റീവ് എഫക്റ്റും ഓരോ എക്കണോമിയും ബാധിക്കും. അതൊരു ഡിപ്രഷനിലേക്ക്, പണ്ട് 1939 ഡിപ്രഷനേക്കാളൊക്കെ മുമ്പോട്ട് പോകാൻ ഉള്ള ചാൻസ് ഈ യുദ്ധം നീണ്ടുപോയാൽ കാണും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇതിൻ്റെ കൂടെ രണ്ട് കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. നേരത്തെ താങ്കൾ പറഞ്ഞതിനകത്ത് നെതന്യാഹു പറഞ്ഞ ഒരു കമൻറ്റ്,
ഒരു ചെറിയ രാജ്യമുണ്ടെന്ന് പറയും. അത് JD വാൻസ് പറഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിനോട് സർക്കാസ്റ്റിക്കായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ചെറിയ രാജ്യത്തിൻ്റെ സപ്പോർട്ടുണ്ടെന്ന്. ഇന്ത്യയെ ചെറുതാക്കിയല്ല, അമേരിക്കയോട് പറഞ്ഞതാണ് ഇന്ത്യ പോലൊരു ചെറിയ രാജ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഒരു സർക്കാസ്റ്റിക്കായിട്ട് ആണ് പറഞ്ഞതെന്നാണ് എൻ്റെ പെർസെപ്ഷൻ. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തിന് തൽക്കാലത്തേക്കുള്ള 6 ദിവസത്തെ സ്ട്രാറ്റജിക് റിസർവേ ഉള്ളൂ. പക്ഷേ ഓയിൽ ഡെപ്പോസിറ്റുള്ള ഓയിലൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 മാസം നമ്മളുടെ രാജ്യത്തിന് ഓടാനുള്ള പെട്രോളിയം റിസോഴ്സസ് ഉണ്ട്. അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇത് ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇനി ബാധിക്കും. അത് എല്ലാത്തിനെയും പിന്നെ അങ്ങോട്ട് 1 by 1 കാസ്കേഡിംഗ് ആയിട്ട് അതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രീ ജേക്കബ് തറ, അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം റഷ്യ-യുക്രൈൻ യുദ്ധം വീണ്ടും വഷളാകുന്നുണ്ട്. നമുക്കറിയാം, ഇടയ്ക്ക് ഈ ഇന്ധന പ്രതിസന്ധി ഉണ്ടായ സമയത്ത് നമുക്കൊരു ചെറിയ ഉപാധികളോടെയാണെങ്കിലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലൊക്കെ വാങ്ങാൻ അനുമതി അമേരിക്ക തന്നിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം, റഷ്യ-യുക്രൈൻ യുദ്ധം വഷളാകുമ്പോൾ അത് നമ്മുടെ ഇന്ധന സ്രോതസ്സിനെ ബാധിക്കുമോ? ഇതിനകത്ത് 2 കാര്യം ഞാൻ പറയട്ടെ. നമ്മളെപ്പോഴും പറയുന്നത് അമേരിക്ക നമുക്കൊരു പെർമിഷൻ തന്നു എന്ന്. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് തന്നെ ഒരു സോവറിൻ ക്വസ്റ്റ്യനായിട്ട് എന്തിനാണ് നമുക്ക് അമേരിക്കയുടെ പെർമിഷൻ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതൊരു സൈഡ് നിൽക്കട്ടെ. റഷ്യക്ക് തന്നെ പ്രശ്നങ്ങളായി തുടങ്ങി. അവരുടെ ഒത്തിരി പല സ്ഥലങ്ങളുള്ള അവരുടെ ഓയിൽ ഡെപ്പോസിലും അവരുടെ സംഭരണികളിലൊക്കെ അറ്റാക്ക് നടത്തുന്നത്, അതിൻ്റെ ഫോക്കസ്, യുക്രൈൻ്റെ ഫോക്കസ് അവരുടെ ഓയിൽ റിസർവ്സിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇല്ലാതെ പോകുന്നു എന്ന് കൂടി കാണണം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഈ യുദ്ധം തുടങ്ങിയപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ യുദ്ധം ചൈനയെ എയിം ചെയ്തിട്ടാണ് US തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ആരും ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൈനയ്ക്ക് ഉള്ളതായിട്ടോ അതിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നുണ്ട്. ചൈനയ്ക്ക് ഒത്തിരി വലിയതായിട്ടുള്ള സ്ട്രാറ്റജിക് റിസർവ്സ് ഉണ്ട്. സഡൻലി ചൈന ഹാസ് മൂവ്ഡ് ഔട്ട്. ഈ ഡിസ്കഷൻ്റെ സ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാൻവാസിൽ നിന്ന് ചൈനയെ ആൾക്കാർ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് ഒരു ഭയജനകമായ സംഭവമാണ്. അതായത് ചൈന ഈസ് എമർജിങ്, അതായത് ചൈന US-നെ വെല്ലുന്ന ഒരു ശക്തിയായി തീർന്നു കഴിഞ്ഞോ, സാമ്പത്തിക ശക്തിയായിട്ട് ആയോ എന്ന് കൂടി നാം സംശയിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞു. ശരി.